മാറ്റിവെച്ച മാച്ച് നാടകം ആരംഭിക്കുന്നു. നോ ബോൾ, നോ ബോൾ, നോ ബോൾ. എന്റെ ടെസ്റ്റ് പരമ്പര ദൈവങ്ങളെ, 2020 ഭഗവാനെ, ക്യാച്ച് ഔട്ട് ആക്കാതെ കീപ്പ് ചെയ്തോളണമേ. മോളെ ഗൂഗിളി എന്താ അച്ഛാ? പിച്ചിൽ സ്റ്റമ്പ് കുത്തി വിളക്ക് വെച്ചോ മോളെ? എന്തോന്ന്? അല്ല വച്ചച്ചാ. അച്ഛ മോളെ, അച്ഛന് ടീ ബ്രേക്കിൽ കഴിക്കാൻ എന്തുണ്ട് മോളെ? അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട റോബിൻ ഉത്തപ്പവും അനിൽ കുമ്പളങ്ങ ജ്യൂസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ പട്ടേല് കഴിക്കും. അച്ഛാ മോളെ, അച്ഛൻ എല്ലാ ദിവസവും കഴിക്കുന്ന വീരേന്ദ്ര സേവാദി ലേഖവും ഒരു ഗ്ലാസ് പെസ്പിയും എടുത്തോണ്ട് പോവാ. എന്തിനാണ് അച്ഛാ പെസ്പി? ആ വീരേന്ദ്ര സേവാദി ലേഖത്തിനെ ഭയങ്കര മുഹമ്മദ് കയ്പല്ലേ. ആട്ടെ, നിന്റെ ചേട്ടൻ എവിടെ? അവൻ ഇതുവരെ പവനിയിൽ നിന്നും പിച്ചിലേക്ക് വന്നില്ലല്ലോ. ഇന്ന് സൺഡേ അല്ലേ അച്ഛാ? ചേട്ടൻ വൺഡേ മാച്ചിന് പോയിരിക്കുക. അമ്പയറേ. എന്താണ് അച്ഛാ? അച്ഛന്റെ ലെഗ് സ്റ്റമ്പിന് വല്ലാത്ത വേദന. മാത്രവുമല്ല, അച്ഛന്റെ തല മുഴുവൻ ജഡേജ് പിടിച്ച് അലങ്കോലമായിരിക്കുകയാണല്ലോ. ഞാനിന്ന് മേടിച്ചു തന്ന ശ്രീശാന്താദി എണ്ണ അച്ഛൻ പുരട്ടുന്നില്ലേ? വേണ്ട 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 വേണ്ട, അത് വിരട്ടിക്കഴിഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. സാരമില്ല മോളെ, അച്ഛന്റെ ഇന്നിങ്സ് ഒക്കെ തീരാറായില്ലേ. അച്ഛാ, ഇനിയുള്ള കാലം വല്യ ഹർഭജനയും പാടി അങ്ങ് കൂടാം. അച്ഛാ, ദേ ഏട്ടൻ വന്നു. കൊച്ചിൻ ടെണ്ടുൽക്കർ, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. വലതു കൈയടിക്കും, വന്നെടുത്ത് വെച്ച് കാണും. ഏജ് ഇത്തിരി ഓവറായി, കല്യാണം കഴിച്ചിട്ടില്ല. ആഹാ, അച്ഛന്റെ പൊന്നുമോ വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു മോനെ നിന്റെ ടൂർണമെന്റ് ഒക്കെ? അച്ഛനറിയാമോ, ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും വേഗത കൂടിയ ബാറ്റ്സ്മാനാണ് ഞാൻ. അത് ശരിയാണ്. ബാറ്റുമായിട്ട് അങ്ങോട്ട് പോണാൻ കാണാം, അപ്പൊ തന്നെ തിരിച്ചു വന്നതും കാണാം. അച്ഛാ, അതൊക്കെ പോട്ടെ ഏട്ടാ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാച്ച്? ഇന്ത്യൻ ടീമിന്റെ ഏക പ്രതീക്ഷയാണ് ഞാനെന്ന് നിനക്കറിയില്ലേ? ഫസ്റ്റ് ബോൾ ഇങ്ങോട്ട് വന്നു, കണ്ണു പൂട്ടി ഒരു ഒറ്റ അടി തെറിച്ച് ഗാലറിയിൽ പോയി വീണു. ബോളോ? അല്ല, സ്റ്റമ്പ്. ഈ കുടുംബ ടീമിന്റെ മാനങ്ങളെ ജനിച്ചവൻ. നിനക്കറിയാമോ എത്ര നീണ്ട ഇന്നിങ്സുകൾ കളിച്ചവനാണ് ഈ അച്ഛനെന്ന്? ഇന്ന് കാലം പോയി. ഒരു 2020 കളിക്കാൻ പോലും അച്ഛൻ ഇന്ന് ആവതില്ല മോനെ. നിർത്തുന്നു അച്ഛാ ഈ അസ്ഥാനത്തുള്ള അപ്പീലിംഗ്. ചേട്ടാ, നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചേട്ടനാര് ശ്രീശാന്തോ? ഷെയ്ൻ മോൻ ചേട്ടാ. എന്ത് നാണക്കേടാണ്. അവൻ അപ്പീൽ ചെയ്യട്ടെ. മക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അമ്മ ഡെക്കൗട്ടായി. അതിനുശേഷം ഓരോരോ സിംഗിളുകൾ എടുത്താണടി അച്ഛൻ നിങ്ങളെ വളർത്തിയത്. മോനെ, എനിക്ക് വേണമെങ്കിൽ സിക്സറുകൾ അടിക്കാമായിരുന്നു. എന്തുമാത്രം ഫുൾ ടോസ് ബോളുകളാ അച്ഛന്റെ നേരെ പാഞ്ഞു വന്നത്. അതെല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാ അച്ഛൻ ലീവ് ചെയ്ത് കളഞ്ഞത്. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? എല്ലാ അച്ഛനമ്മമാരും മക്കളെ അട്ടപ്പെട്ട് തന്നെ വളർത്തുന്നത്. നീ ഒന്നും പറയണ്ട. കാലത്ത് ദേഹം മുഴുവനും ചോയപത്രം പൂശി ഇറങ്ങിക്കോളും. എടാ, നീ പുറത്ത് കാട്ടിക്കൂട്ടുന്ന വസീം അക്രമങ്ങൾ മുഴുവനും ഞാൻ ഇവിടെ നിന്ന് അറിയുന്നുണ്ട്. മോനെ, ഇതെല്ലാം മോളിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ട്. ഈശ്വരനായിരിക്കും. അല്ല, തേടമ്പേർ. അച്ഛാ, അച്ഛനിങ്ങനെ സ്റ്റമ്പിൽ കുത്തുന്ന വർത്തമാനം പറയരുത്. കുത്തുമട, നിന്റെ സ്റ്റമ്പിൽ തന്നെ ഞാൻ കുത്തും. അച്ഛനറിയോ, ഇന്ന് രാവിലെ ഞാൻ കളിക്കാൻ വേണ്ടി എന്റെ ജേഴ്സി എടുത്ത് നോക്കിയപ്പോ പാലിന്റെ ഇൻസാമാമുൽ ഹുക്ക് പോയി കിടക്കുന്നു. അതൊന്ന് സ്റ്റിച്ച് ഇടാൻ പോലും ഈ കുടുംബ ടീമിൽ ആരുമില്ല. അച്ഛാ, അച്ഛനോട് ഞാൻ എത്ര കാലമായി പറയുന്നു, എനിക്കൊരു റണ്ണറെ വേണമെന്ന്. റണ്ണർ? എടാ, ആദ്യം പിച്ച് നിറഞ്ഞു നിൽക്കുന്ന നിന്റെ പെങ്ങൾക്കൊരു റണ്ണറെ കണ്ടെത്ത്. എന്നിട്ട് അവരൊരു റണ്ണെടുക്കട്ടെ. അതിനുശേഷം മതി നിനക്കൊരു റണ്ണർ. അല്ലെങ്കിൽ എനിക്കറിയാം, എന്റെ ബോൾ വരുമ്പോൾ അച്ഛൻ എപ്പോഴും നോ ബോൾ വിളിച്ച് മാറിക്കളയുന്നു. എന്റെ കൂടെ കളിച്ച് വളർന്നവർക്കെല്ലാം ഇപ്പൊ 3-4 വിക്കറ്റായി. എനിക്ക് മേടിക്കണ്ടേ അച്ഛാ ഒരു സിക്സർ? ഒടിഞ്ഞ ബാറ്റും കൊണ്ട് സിക്സർ അടിക്കാൻ ശ്രമിച്ചാൽ നീ ടീമിൽ നിന്ന് പുറത്താണ്. പിന്നെ നീ വല്ല മാട്ട ക്ലബിനും വേണ്ടി കളിക്കേണ്ടി വരും. ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്നതിനും എനിക്കിഷ്ടം ബെർമുഡയുടെ കീപ്പർ ആവാനാ. അല്ലെങ്കിൽ നീയൊന്ന് കീപ്പ് ചെയ്യണം, നല്ലതാ. അല്ലെങ്കിൽ നാട്ടുകാരൻ നിന്റെ ബെർമുഡ വലിച്ചു കീറും. എന്താണ് അച്ഛാ അങ്ങനെ പറഞ്ഞത്? ഇവനും അപ്പുറത്തെ വീട്ടിലെ രമണിയും തമ്മിലുള്ള വൺഡേ മാച്ച് നാട്ടില് മുഴുവൻ കമന്ററി ആണ്. ഈശ്വരാ, ഏട്ടാ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കപ്പിനുള്ള മാച്ച് ഒന്നുമല്ല. പിന്നെ വെറും ഫ്രണ്ട്ലി മാച്ച്. ഫ്രണ്ട്ലി മാച്ച്
അവക്കടെ അപ്പന്റെ ഫ്രണ്ടിലെങ്ങാനും ചെന്ന് പെട്ടാലേ നിന്റെ സ്റ്റമ്പൊടിച്ചു കളയും. അച്ഛാ, അച്ഛന്റെ ബോളിംഗ് ബൗണ്ടറി കിടക്കുന്നു. നിർത്തണ. ഇനിയും നീ ഇവിടെ നിന്ന് സംസാരിച്ചാലേ നീ ആയിരിക്കും ബൗണ്ടറിക്ക് പുറത്ത്. അച്ഛാ, ഈശ്വര, ഒരു മഴ പെയ്ത് ഈ മാച്ച് ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന എന്റെ കഴുത്തിൽ എന്തൊരു ടെസ്റ്റ് നാല് വീഴും. എന്റെ ടെസ്റ്റ് പരമ്പര ദൈവങ്ങളെ. അച്ഛാ, കുറെ കാലമായി ഞാൻ പറയുന്നു എന്റെ ബൈക്കൊന്ന് മാറ്റി എനിക്കൊരു ഗവാസ്കാർ വാങ്ങി തരണമെന്ന്. ഗവാസ്കാർ? ഇവിടെ ഒരു ധോണിയും പങ്കായവും മേടിക്കാൻ കാശില്ലാണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു ഗവാസ്കാർ. How is that? ഗൂഗിളി, എന്ത് പറ്റി ഗൂഗിളി? എന്ത് പറ്റി? ഓ, അത് വല്ല ജാമ്യന്ത ഗ്യാസും ആയിരിക്കും. ലക്ഷണം കണ്ടിട്ട് ജാമ്യന്ത ഗ്യാസ് ഒന്നുമല്ല, ഗർഭം ഗംഭീര, ഗർഭം ഗംഭീർ. മോളെ, ഞാൻ ഈ കേൾക്കുന്നത് സച്ചിനാണോ മോളെ? സച്ചിനാണോ? അച്ഛൻ എനിക്ക് മാച്ച് തരണം. ഞാൻ ഒരാളെ സ്നേഹിക്കുന്ന അച്ഛാ. എന്റെ ഹാട്രിക് ദൈവങ്ങളെ. ആരാടി അവൻ? അയാൾ ദ്രാവിഡ കുലത്തിൽപ്പെട്ട ഒരാളാണ് അച്ഛാ. രാഹുൽ ദ്രാവിഡ്? ഇല്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്തുകൊണ്ട്? എടീ, കളിക്കിടയിൽ അവൻ ക്യാപ്റ്റൻസി ഉപേക്ഷിച്ച് പോയില്ലെന്ന് ആര് കണ്ടു? അറിയടി, അവരാണോ ഈ ട്രോഫിയുടെ സ്പോൺസർ? അല്ല ചേട്ടാ. പിന്നെ ആര്? ഞാൻ പറയില്ല. പറയടി. ഇല്ല, പറയില്ല. എന്തുകൊണ്ട്? ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. ഒരു ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതും ഞാൻ പറയും. പക്ഷേ പക്ഷേ ഗ്യാലറിയിൽ ഇരിക്കുന്ന കാണികളുടെ എണ്ണം ഞാൻ എങ്ങനെ എണ്ണി പറയും അച്ഛാ?